ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സീരീസിൻ്റെ ആദ്യ വീഡിയോ ആണിത്. നമ്മൾ ഓപ്ഷൻ സെല്ലിങ് നമ്മൾ എന്തുകൊണ്ടും സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഓപ്ഷൻ സെല്ലിങ് ശരിക്കും വളരെ എഫക്റ്റീവായ ഒരു സിസ്റ്റമാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. നിങ്ങൾക്കറിയാം, മാർക്കറ്റ് ഈ ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് സ്വിംഗ് ട്രേഡിംഗ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന മൂവ്മെൻറ്റിൽ മാത്രമേ അവർ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ട്രേഡേഴ്സ് എല്ലാം ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്ഥിര വരുമാനമായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് അല്ലെങ്കിൽ ഓപ്ഷൻസിലൂടെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് വീഡിയോ. ഓപ്ഷൻസിൻ്റെ ചെറിയ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഓപ്ഷൻസിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ സെക്കൻഡ് വീഡിയോ മുതൽ കണ്ടാൽ മതി. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ്. അതിനൊരു എക്സ്പയറി ഡേ ഉണ്ടാവും. അതായത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് വിൽക്കുന്ന പോലെയല്ല. സ്റ്റോക്ക് വാങ്ങിയിട്ട് നമുക്ക് എക്സ്പയറി ഡേ ഒന്നുമില്ല. വാങ്ങിയിട്ട് എപ്പോഴാണോ കൂടുന്നത് അപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ എത്ര സമയം വെക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ ഓപ്ഷൻസിന് ഒരു എക്സ്പയറി ഡേ ഉണ്ടാവും. അതിനുള്ളിൽ നമ്മുടെ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്യണം. നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് എന്താ? സ്പോട്ട് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്, പ്രീമിയം, എക്സ്പയറി ഡേ, ലോട്ട് സൈസ്, കോൾ ഓപ്ഷൻസ്, പുട്ട് ഓപ്ഷൻസ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സ്പോട്ട് പ്രൈസ് എന്ന് നോക്കാം. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണം എടുക്കുന്നത് നിഫ്റ്റിയുടെ വെച്ചിട്ടാണ് ഉദാഹരണം. കാരണം നമ്മൾ അധികം ഓപ്ഷൻസ് ചെയ്യുന്നത് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി വെച്ചിട്ടാണ്. ഓക്കെ, അതിന് ലിക്വിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഓപ്ഷൻസ് എല്ലാ സ്റ്റോക്കുകൾക്കും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം ഒരു ഉദാഹരണം വെച്ച് നിഫ്റ്റിയിൽ ഒരു ഉദാഹരണം വെച്ച് പറയാം. നമുക്ക് നിഫ്റ്റി എല്ലാവർക്കും അറിയാൻ പറ്റുന്നില്ല അല്ലേ? അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ മികച്ച 50 കമ്പനിയുടെ ആവറേജ് പ്രൈസാണ് നിഫ്റ്റി. ഇതൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് പോലെ നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, സ്റ്റോക്കായിട്ട് നിങ്ങളിപ്പോൾ തൽക്കാലം കൂട്ടാൻ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം നിഫ്റ്റിയുടെ കറൻറ്റ് പ്രൈസ് 17,500 നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാർക്കറ്റിൽ നിഫ്റ്റി 17,500 ആണെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്കുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കോൾ എടുക്കുന്നു. അതിൽ മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടും നമുക്ക് ഒരു കോൾ എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 17,500 CE എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന പോലെ 17,500 CE എന്ന് പറഞ്ഞതും 17,500 PE എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസും നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ബ്രോക്കർ, അതിൽ പോയിട്ട് സെലക്ട് ചെയ്താൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന പോലെ 17,500 CE കാണാം, നമുക്ക് PE എല്ലാം കാണാം. അതുപോലെ 17,600 ഉണ്ടാവും, 17,400 എല്ലാം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒരു എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. 17,500 അതായത് അറ്റ് ദ മണിയിലുള്ള ഇപ്പോൾ മാർക്കറ്റിലെ പ്രൈസുള്ള കോൾ ഓപ്ഷൻസും, അതായത് CE എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻസ്, PE എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷൻസ്. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, കോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് പ്രീമിയം എന്താണെന്ന് പഠിക്കാം. അതായത് 17,500 എന്ന് പറഞ്ഞ കോൾ ഓപ്ഷൻ ഒരു പ്രീമിയം ഉണ്ടാവും, അതായത് ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതുപോലെ 17,500 PE എന്ന് പറഞ്ഞതിന് ഒരു വാല്യൂ ഉണ്ടാവും. ഉദാഹരണത്തിന് 100 രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന് നമ്മൾ സങ്കല്പിക്കാം. ഓക്കെ, 17,500 കോൾ ഓപ്ഷൻ്റെതും 17,500 പുട്ട് ഓപ്ഷൻ്റെ 100 രൂപയെ വെച്ചാണ് വാല്യൂ. ഓക്കെ, ഇപ്പം കറൻ്റ്ലി ഇപ്പോൾ 12 ഏപ്രിലാണ്. ഓക്കെ, 2022. ഈ നെക്സ്റ്റ് വ്യാഴാഴ്ച, ഈ ഒരു വ്യാഴാഴ്ച നമ്മൾ എടുക്കുന്നില്ല, 13 ഒരു എക്സ്പയറി ഉണ്ട്. അതിൻ്റെ അടുത്ത വ്യാഴാഴ്ച 21 ഏപ്രിലാണ് ഒരു എക്സ്പയറി ഇനി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 21 ഏപ്രിൽ എക്സ്പയറി ഡേറ്റ്. എല്ലാ വ്യാഴാഴ്ചകളിലും എക്സ്പയറി ഉണ്ടാവും ഈ ഒരു ഇൻഡെക്സസിന്. അതിൻ്റെ ലോട്ട് സൈസ് 50 ആണ്. അതായത് ഒരു നിഫ്റ്റി നമ്മൾ വൈ ചെയ്യുമ്പോൾ 50 ലോട്ടായിട്ടാണ് വാങ്ങുന്നത്. അതായത് 1 രൂപയിൽ കൂടുതൽ മാർക്കറ്റ് അതായത് നിഫ്റ്റി 17,500 കോൾ ഓപ്ഷൻ 1 രൂപ കൂടിയാലും നമുക്ക് 50 രൂപ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം. നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യുന്ന പോലെ ആഡ് സ്ക്രിപ്റ്റിൽ പോയിട്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏതാണ് എടുത്തത്? ഇപ്പോൾ നിഫ്റ്റിയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നിഫ്റ്റി 17,500 നമ്മൾ സെലക്ട് ചെയ്യുക. 17,500 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ഇവിടെ പോയപ്പോൾ അവിടെ 17,500 ആഡ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ 17,500 പിയും ആഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാനാണ് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിനൊരു വാല്യൂ ഉണ്ടല്ലേ. 17,500 സിക്ക് 136, 17,500 പുട്ട് ഓപ്ഷൻ 140 സംതിങ് ആണല്ലേ. അപ്പോൾ നമ്മൾ 17,500 സി ക്ലിക്ക് ചെയ്താൽ, ബൈ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്വാണ്ടിറ്റി എന്നുള്ളടത്ത് 50 കണ്ടില്ലേ. അതായത് ഒരു ലോട്ടിന് ഒരു 50 ലോട്ട് സൈസ്. അപ്പോൾ അവിടെ ഇപ്പോൾ മാർക്കറ്റിൽ കറക്റ്റ് പ്രൈസ് 136 ആകുമ്പോൾ നമ്മൾ 136 സെലക്ട് ചെയ്തിട്ട് കൺഫേം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 136 എന്ന പ്രൈസിൽ ഇത് വാങ്ങും. ഓക്കെ, കോൾ ഓപ്ഷൻസ് നമ്മൾ വാങ്ങും. 50 ലോട്ടാണ് ഇത് വാങ്ങുന്നത്. ഇതിന് ശരിക്കും എത്ര വരുന്നത് വെച്ചാൽ ഒരു 7,000 താഴെയുള്ളൂ ഇതിന് എക്സ്പെൻസ് വരിക. ഇത് ഒരു 136 എന്ന പ്രൈസിൽ 50 ലോട്ട് വാങ്ങാൻ 7,000 താഴെ പ്രൈസ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ക്വാണ്ടിറ്റി എന്നുള്ളടത്ത് പോയിട്ട് നമുക്ക് ഇവിടെ 136, 137 ഏത് പ്രൈസിലാണോ വേണ്ടത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ട ലോട്ട് സൈസ് ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ 50 100 ആക്കാം, 150 ആക്കാം, എത്രയും കൂട്ടി കൊടുക്കാം. അവിടെ ഒരു ലോട്ട് വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതായത് അവിടെ ക്വാണ്ടിറ്റി എന്നുള്ള 50 100 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 13,000 രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ, ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കോൾ ഓപ്ഷൻ നമ്മളെ മാർക്കറ്റിൽ എന്താണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ ആളുകൾ എന്താ പറയുക ചിന്തിച്ചത് 17,500 മുകളിലേക്ക് മാർക്കറ്റ് പോകുമെന്നുള്ളൊരു ഒരു ചിന്ത, ഒരു തോന്നൽ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു കോൾ ഓപ്ഷൻസാണ് ബൈ ചെയ്യുന്നത്. അത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ 136 137 ആയി കഴിഞ്ഞാൽ നമുക്ക് 100 ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെങ്കിൽ ഒരു 100 രൂപ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, 136 137 ആയി മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ വരും. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോൾ ഓപ്ഷൻ്റെ സംഭവം. അതുപോലെ പുട്ട് ഓപ്ഷൻ ഇതേപോലെ തന്നെ. പുട്ട് ഓപ്ഷൻ നമ്മൾ 17,500 പി നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് 17,500 താഴേക്ക് പോകുന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ ഒരു 17,500 പി നമ്മൾ വാങ്ങും. വാങ്ങിയിട്ട് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇതാണ് ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ് അല്ല, ഓപ്ഷൻ സെല്ലിംഗ് ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലിങ് സെലക്ട് ചെയ്യാൻ കാരണം എന്നുള്ളത്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ അല്ല ഓപ്ഷൻസ് വാങ്ങുന്ന സമയത്ത്. അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ഈ ഒരു ക്രൈറ്റീരിയകളെല്ലാം വെച്ചിട്ടാണ് ഓപ്ഷൻ ബൈയിങ്ങിലുള്ള ഇതിൻ്റെ ഈ ഒരു പ്രീമിയം മാറുന്നത്. നിങ്ങൾ കണ്ടത് 12 ഏപ്രിലിൽ നമ്മളൊരു ട്രേഡ് എടുത്തു, 17,500 കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങിയെന്ന് വെച്ചോ. ആ സമയത്ത് ഇതിൻ്റെ പ്രീമിയം 100 രൂപയാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തില്ല. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് മാറുന്നത് ഞാൻ പറഞ്ഞുതരാം. 17,500 നെക്സ്റ്റ് ഡേയും 17,500 മാർക്കറ്റിൽ ഉള്ളതാണെങ്കിൽ 17,500 അടുത്ത ദിവസം മാർക്കറ്റെങ്കിൽ ഈ 100 രൂപയുടെ പ്രീമിയം 92 ആയിട്ട് കുറയും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ദിവസം 17,500 റേഞ്ചിലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകാതെ 17,500 റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ പ്രൈസ് പ്രീമിയം കുറഞ്ഞിട്ട് 100 92 ആയി, 92 വീണ്ടും 84 ആവും. അങ്ങനെ നെക്സ്റ്റ് ഡേ വരുമ്പോൾ വീണ്ടും കുറയും. ഈ റേറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇതല്ല സംഭവിക്കുന്നത്. 17,500 ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിയിട്ട് അത് മുകളിലേക്ക് പോകാതെ ആ റേഞ്ചിൽ തന്നെ നമുക്ക് ലോസ് വരുന്നില്ല. ഇല്ലല്ലോ, 0 ലോസാണ്, 1 രൂപയുടെ പോലും ലോസ് ഇല്ല. എന്നാൽ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ഓരോ പ്രീമിയത്തിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഓരോ ദിവസം കുറയുന്നതിനനുസരിച്ച് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ലോസാണ് വരിക. 100 രൂപ നമ്മുടെ പ്രീമിയം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 50 ലോട്ട്, അതായത് ഒരു ലോട്ടാണ് നമ്മൾ നിഫ്റ്റി എടുത്തതെന്ന് വെച്ചോ. എക്സ്പയറി ഡേയുടെ അന്ന്, അതായത് 21 ഏപ്രിലിൽ വീണ്ടും മാർക്കറ്റ് 17,500 തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ 100 രൂപയുടെ പ്രീമിയവും നമുക്ക് നഷ്ടപ്പെട്ട് 0 ആയി മാറും. അതായത് 50 ക്വാണ്ടിറ്റി, ഒരു ലോട്ടാണ് നമ്മൾ എടുത്തതെങ്കിൽ നമ്മുടെ 5,000 രൂപ നമുക്ക് ലോസ് വരും അവിടെ. ഇതാണ് ഓപ്ഷൻ ബയറിനുള്ളൊരു പ്രോബ്ലം. അതായത് ടൈം കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ തീറ്റ ഡി കെ എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കാണ് വാങ്ങുന്നതെങ്കിൽ നമുക്കിപ്പോൾ 0 ലോസാണ്. ഒരു ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 17,500 മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നതെങ്കിൽ നമുക്ക് എത്രയാണ്? 5,000 രൂപ ലോസാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിലോ ഈ ഒരു 5,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റാണ്. അതായത് സ്റ്റോക്ക് വാങ്ങുമ്പോൾ 0 ആണ്, ഒന്നും കിട്ടുന്നില്ല, നഷ്ടവുമില്ല. എന്നാൽ ബൈയിങ്ങിൽ 5,000 ലോസും സെല്ലിങ്ങിൽ 5,000 പ്രോഫിറ്റും.
ഇതാണ് നമ്മൾ മുതലാക്കേണ്ടത്. ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് ഇതാണ് നമുക്ക് തീറ്റ ഡി കെ ആണ് കിട്ടുന്നത്. ഓരോ സമയം കഴിയുമ്പോഴും നമുക്ക് തീറ്റ ഡി കെ കിട്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റിൽ, അതായത് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയയിലേക്ക് പോയില്ലെങ്കിൽ പോലും നമുക്ക് സമയം കഴിയുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടി കൂടി കൊണ്ടുവരും. തീറ്റ ഡി കെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു ഇൻഡെക്സിന്, ഇപ്പോൾ നിഫ്റ്റിക്കാണെങ്കിൽ 8 രൂപ, 7 രൂപ, 6 രൂപ, 9 രൂപ ഓരോ ദിവസം, അതായത് നമ്മുടെ എക്സ്പയറി ഡേ അടുക്കുന്നതിനനുസരിച്ച് തീറ്റ ഡി കെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ഓപ്ഷൻ സെല്ലർക്ക് എന്താണ്, പ്രോഫിറ്റായിട്ട് മാറും അല്ലേ. നോർമൽ സ്റ്റോക്ക് വാങ്ങുന്നതിനേക്കാളും ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനേക്കാളും അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് പ്രോഫിറ്റാണ്. നമ്മൾ ഉദ്ദേശിച്ച ഏരിയയിലേക്ക് ട്രേഡിങ് പോയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ തീറ്റ ഡി കെ എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉപയോഗിച്ച കുറച്ച് ടേംസ് എന്താണെന്നൊക്കെ കൺഫ്യൂഷൻ ലെവലിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ അടുത്ത വീഡിയോ മുതൽ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ബേസിക് മുതൽ അതിലുപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ, അതിൽ ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി, ഡയറക്ഷണൽ സ്ട്രാറ്റജി, ഒരുപാട് സ്ട്രാറ്റജികളും ഐഡിയകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ചെയ്യുമ്പോൾ ഇത്തരം കൺഫ്യൂഷനുകളൊക്കെ മാറി കിട്ടും. കാരണം നമ്മളൊരു തിയറി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാകുക എന്നല്ലാതെ ഒരു കാര്യമില്ല പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഫസ്റ്റായിട്ട് ഒരു ടേം കേൾക്കുമ്പോൾ നമുക്ക് എന്തുവായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് 1-2 ട്രേഡ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന സംഭവമുള്ളൂ. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഇത് ആർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമുള്ളൂ ഓപ്ഷൻ സെല്ലിങ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ മുതൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കും ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ്, അപ്പോൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കും ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഇത്രയും എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുള്ള ആളുകളാണെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.